കർക്കിടക ചികിത്സ ചെയ്യണോ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. അപ്പൊ നിരവധി പേര് ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഇതൊരു പൊതുവായ സംശയമാണെന്ന് നമുക്ക് തോന്നിയതും ഒരു വീഡിയോ ചെയ്യാൻ കാരണമായതും. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഒരു ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ പുറത്തു കളയുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ കർക്കിടക ചികിത്സയിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പണ്ടുള്ള സമയത്ത് കർക്കിടക മാസം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് കർക്കിടക ചികിത്സ എന്നതിന് പേര് വരാനുള്ള ഉണ്ടായതിന്റെ പ്രധാന കാരണം. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. നമ്മുടെ പണ്ട് കർക്കിടക മാസത്തിലായിരുന്നു തണുപ്പ്, നന്നായിട്ട് മഴയുണ്ടായിരുന്ന തണുപ്പുള്ള ഒരു കാലഘട്ടം. ഈ സമയത്ത് നമ്മുടെ ശരീരം ഇളതാവുകയും നമ്മുടെ മരുന്നുകളോടൊക്കെ നമ്മുടെ കൃത്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും രോഗങ്ങളെ ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തു പോകേണ്ടത് മോഷനിൽ കൂടെയും മൂത്രത്തിൽ കൂടെയും അതുപോലെ വിയർപ്പിൽ കൂടെയൊക്കെയാണ്. പല സാഹചര്യങ്ങളിലും നമ്മൾ ഈ പറയുന്ന എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വിയർപ്പുണ്ടാവുന്നില്ല. മോഷന്റെ കേസ് പറയുമ്പോൾ പലർക്കും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള മലബന്ധം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നെ അതുപോലെ വെള്ളം കുടിക്കുന്നത് കുറവായതുകൊണ്ട് മൂത്രത്തിൽ കൂടെ ഈ മാലിന്യങ്ങൾ പുറത്തു പോകുന്നതിൻ്റെ അളവ് പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്കിത് ശരീരത്തിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും വരുന്നത്. അങ്ങനെ ഇപ്പം നമ്മളറിയാം, ഒരു വാഹനത്തിനോട് നമ്മുടെ ശരീരത്തിനെ ഉപമിക്കുകയാണെങ്കിൽ, വാഹനം പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ പുകയുണ്ടാവും. ആ പുക നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിന് തകരാറ് വരും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് മറ്റ് അനുബന്ധ രോഗങ്ങളായിട്ട് വരുന്നത്. അതായത് ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ, അമിതവണ്ണം പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിന് വരികയും അതുപോലെ മാനസികമായിട്ട് നമ്മളെ പല വിധത്തിൽ ബാധിക്കുകയും നമ്മുടെ മാനസിക അവസ്ഥയ്ക്ക്, അതായത് നമുക്ക് സ്ട്രെസ്, ടെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ അനുബന്ധങ്ങളായിട്ട് കൂടി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ പുറത്ത് കളയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഈ വർഷകാലത്ത്, അതായത് മഴയുള്ള സമയത്ത്, അത് കർക്കിടക മാസം നോക്കിയിരിക്കണമെന്നില്ല, വർഷകാലത്ത് എപ്പോഴാണെങ്കിലും മഴയുള്ള സമയം ഇത് ചെയ്യാൻ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ജൂൺ മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന മാസങ്ങളിൽ വർഷകാല ചികിത്സ, കർക്കിടക ചികിത്സ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ് ഈ തണുപ്പുള്ള അന്തരീക്ഷം. നമ്മൾ ഈ ചികിത്സ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ചൂടാവും. ആ ചൂടാവുന്ന സമയത്ത് അന്തരീക്ഷം തണുത്തിരിക്കുന്നത് ഏറ്റവും മെച്ചമായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു വാഹനം സർവീസ് ചെയ്ത് ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വാഹനം സർവീസ് ചെയ്ത് അടുത്തൊരു 10,000 കിലോമീറ്റർ ഓടാൻ തയ്യാറാക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ എല്ലാം പുറന്തള്ളി ശരീരത്തിനെ അടുത്ത ഒരു വർഷത്തേക്ക് റിജുവനേറ്റ് ചെയ്ത്, ഡീടോക്സിഫിക്കേഷൻ എല്ലാം പൂർത്തിയാക്കി റിജുവനേറ്റ് ചെയ്ത് വെക്കുന്നതിലൂടെ അടുത്ത ഒരു വർഷക്കാലം നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ വരാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങളൊന്നും ബാധിക്കാതെ പൂർണ്ണമായും ആരോഗ്യവാനായി ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കർക്കിടക ചികിത്സ വെറുതെ എങ്ങനെയും ചെയ്താൽ മാത്രം പോരാ, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാവുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം മറക്കരുത്. കർക്കിടക ചികിത്സ പല രീതിയിൽ വരുന്നുണ്ട്. 7 മുതൽ ഏറ്റവും കുറഞ്ഞത് 7 ദിവസമെങ്കിലും മിനിമം ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ 1-2 ദിവസം കൊണ്ട് പുറത്ത് കളയാവുന്ന ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കരുത്. അത് സംഭവിക്കുന്ന കാര്യമല്ല. മിനിമം ഒരു 5-6 ദിവസങ്ങളൊക്കെ എടുത്ത് മാത്രമേ ഇത് പൂർണ്ണമായും ഇതിന് മാലിന്യങ്ങളെ നമുക്ക് പുറത്ത് കളയാൻ സാധിക്കുകയുള്ളൂ. 7, 10, 14, 21 ദിവസമൊക്കെ നീളുന്ന വിവിധങ്ങളായ പാക്കേജുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുയോജ്യമായ ഒരു പാക്കേജ് തിരഞ്ഞെടുക്കാം. വളരെ കൃത്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു സെന്റർ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവിടെ പോകാവൂ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുകയും നമുക്ക് നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിനെ റിജുവനേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ ചികിത്സ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും.